നമസ്കാരം. ഗാനസാധന സ്കൂൾ ഓഫ് മ്യൂസിക് എന്ന ചാനലിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ അലങ്കാരത്തെക്കുറിച്ചുള്ള പഠനമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രത്യക്ഷത്തിൽ ചതുരസ്രാതി ധ്രുവതാളം, ചതുരസ്രാതി മധ്യതാളം ഇത് നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് നന്നായിട്ട് പഠിച്ചിട്ടുണ്ടാവും എന്ന് ഞാൻ കരുതിയാണ്. ഇന്ന് നമുക്ക് ചതുരസ്രാതി രൂപകതാളം പഠിക്കാം. ചതുരസ്രജാതി രൂപകതാളം. ജാതി എന്ന് പറഞ്ഞാൽ ലഘുവാണ്. 5 ജാതികളുണ്ടെന്ന് ഞാൻ ഇതിനു മുമ്പത്തെ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. തിസ്രജാതി, ചതുരസ്രജാതി, ഖണ്ഡജാതി, മിശ്രജാതി, സങ്കീർണജാതി. തിസ്രം 3, ചതുരസ്രം 4, ഖണ്ഡം 5, മിശ്രം 7, സങ്കീർണം 9. അതുപോലെ 7 താളമാണ് ഉള്ളത്. ധ്രുവതാളം, മട്യം, ചമ്പ, ത്രിപുട, ആട, ഏകം, രൂപകം. ഇങ്ങനെ 7 താളമാണ് ഉള്ളത്. ഇതിനെക്കുറിച്ച് വിശദമായ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതിനെ ബേസ് ചെയ്തുള്ള ഒരു 7 താളമാണ് നമ്മളിപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ചതുരസ്രജാതി രൂപകതാളം അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ചതുരസ്രജാതി രൂപകതാളം ഇടുന്നത് ആദ്യം ദ്രുതം, ലഘു. ദ്രുതം എന്ന് പറഞ്ഞാൽ അതിൻ്റെ വാല്യൂ 2 ആണ്, 2 മാത്ര. ചതുരസ്രജാതി ആകുമ്പോൾ അത് 4. ചതുരസ്രം 4 അല്ലേ? അപ്പം ഇതാണ് ചതുരസ്രം. 1, 2, 3, 4. അപ്പം 4 മാത്ര. അപ്പം ദ്രുതം അപ്പം 1, 2 ദ്രുതം. അപ്പം ദ്രുതം ലഘുവാണ്. ആദ്യം നമ്മൾ ദ്രുതം ഇടും, അത് കഴിഞ്ഞ് ലഘു ഇടും. അപ്പം 4ഉം 2ഉം 6 മാത്രമാണ്. 4 അക്ഷരമാണ് ചതുരസ്രജാതി രൂപകത്തിന് ഉള്ളത്. അപ്പം അത് നമുക്ക് താളം നിട്ട് കാണിക്കാം. 1, 2, 3, 4, 5, 6. 6 മാത്രം. ഒന്നുകൂടെ കാണിക്കാം. 1, 2, 3, 4, 5, 6. ഓക്കെ. അപ്പോൾ നമുക്കിത് ഒരു സ്വരത്തിലേക്ക് ഇട്ട് പാടാം. സരി സരി ഗമ. നമുക്ക് ഒന്നാം കാലത്തിലിട്ട് പാടുകയാണെങ്കിൽ ഇങ്ങനെയാണ്. സരി സരി ഗമ രേ ഗ രേ ഗമ പ ഗമ ഗമ പദ പ പദ നി പദ പദ നി സ. അപ്പോൾ നിങ്ങൾ ഈ താളം നിങ്ങൾ കൂടെ താളമായിട്ടൊന്ന് പാടി നോക്കുക. സരി സരി ഗമ രേ ഗ രേ ഗമ പ ഗമ ഗമ പദ പ പദ നി പദ പദ നി സ. നമുക്കിനി അവരോണം നോക്കാം. സാനി സാനി ദ പ നീ ദ നീ ദ പ മ ക പ ക പ മ ഗ പ മ പ മ ഗ രി മ ഗ മ ഗ രി സ. ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒന്നാം കാലത്തിൽ ചെയ്തിട്ട് എങ്ങനെ താളമിട്ട് പാടാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കി. അപ്പോൾ ഈ സ്വരങ്ങൾ നിങ്ങളൊന്ന് എഴുതിയെടുക്കുക. നമുക്ക് അപ്പോൾ ഈ സ്വരങ്ങൾ എഴുതിയെടുത്തിട്ട് ഈ താളം ഇതുപോലെ ഇട്ട് പാടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ എളുപ്പം വരും. അതിന് നമുക്കത് 2 അക്ഷരം വെച്ച് നോക്കുകയാണെങ്കിലും സരി സരി ഗമ രി ഗ രി ഗമ പ. അപ്പോൾ ഒരു 2 ലൈൻ നമുക്ക് ഈ ഒരൊറ്റ താളത്തിൽ വരും കേട്ടോ. അപ്പോൾ 12 അക്ഷരം 6 വെച്ച് 6, 2, 12. 12 അക്ഷരം ഈ 6 മാത്രയിൽ പാടിത്തേക്കണം. സരി സരി ഗമ രി ഗ രി ഗമ പ ഗമ ഗമ പദ മ പ മ പദ നി പദ പദ നി സ സ
സാനി സാനി ദ പ നി ധ നി ദ പ മ ദ പ മഗ പ മ ഗ രി സ. ഇതിനെ നമുക്ക് വേറെ രീതിയിലും ഈ താളത്തെ നമുക്കിടാം. അപ്പോൾ നമ്മളിങ്ങനെ 1 2 3 4 5 6 ഇത്രയും ഒരു ക്രിയ നടത്താതെ നമുക്കിതിനെ വേറെ രൂപത്തിലാക്കാം. 1 2 3 അല്ലെങ്കിൽ 2 4 6 രണ്ടടിയും ഒരു വീശ കൊണ്ട് നമുക്ക് ഈ താളത്തിന് വേറൊരു രൂപമുണ്ട്. അപ്പോൾ നമ്മൾ ഈ കൃതികളൊക്കെ പാടുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ പൊതുവേ ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴേക്കും നമ്മൾ ഈ രീതിയിലായിരിക്കും താളം സാധാരണ ഇടാറുള്ളത്. ഇതിനെ രൂപം എന്ന് പറയും. രൂപത്തിൻ്റെ വേറൊരു രൂപമാണ്. അപ്പം നമുക്കത് ഒന്ന് പാടി നോക്കിയാലോ. സരി സരി ഗ മ രി ഗ മ പ ഗ മ പ ദ പ ദ നി പ ദ നി സ. കണ്ടോ? സാനി സാനി ദ പ നി ദ പ മ ഗ രി സ. എളുപ്പമായില്ലേ? അപ്പോൾ നിങ്ങൾക്കും ഇത് ഒന്ന് ശ്രമിച്ചു നോക്കണം ഈ രീതി. സരി സരി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി പ ദ നി സ നി ദ നി ദ പ മ ദ പ മ ഗ രി സ. അതേസമയം ഇത് നമുക്ക് മറ്റേ രീതിയിൽ ഇടുവാണെങ്കിൽ നമുക്ക് 2 പ്രാവശ്യം പാടിയാലേ ഈ മൂന്നാം കാലം നമുക്ക് സമത്തിൽ വരുള്ളൂ. സരി സരി ഗ മ രി ഗ മ പ ഗ മ പ ദ മ പ ദ നി സ നി ദ പ നി ദ പ മ ദ പ മ ഗ രി സ. സരി സരി ഗ മ രി ഗ മ പ ഗ മ പ ദ നി പ ദ നി സ നി ദ പ മ ദ പ മ ഗ രി സ. ഇപ്പം സമത്തിൽ വന്നു. അതേസമയം ഇങ്ങനെയാണെങ്കിൽ ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ തീരും. അപ്പോൾ ഈ 2 രീതി നിങ്ങളൊന്ന് പാടി പഠിച്ചു നോക്കുക. ഈ 2 രീതിയിലും നമുക്ക് രൂപതാളം ഇടുന്നത് ഇതുപോലെ സ്വരം ഇട്ട് പഠിച്ച് നോക്കുക. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ബാക്കി അടുത്ത താളം നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിപ്പിക്കാം. നിങ്ങൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക, പഠിക്കുക. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.